കോഴിക്കോട്ടെ ദീപക്കിൻ്റെ മരണം കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്നലെ 24 ന്യൂസ് ചാനലിൽ വെച്ചാണ് ഞാൻ ദീപക്കിൻ്റെ മരണത്തിലേക്ക് നയിച്ച യൂട്യൂബറുടെ അവരുടെ ആ ദൃശ്യങ്ങളെല്ലാം കണ്ടത്. അത് എഡിറ്റ് ചെയ്തതാണെന്ന് ഇന്നലെ 24 ഇരുന്നപ്പം ആണ് എനിക്കത് ബോധ്യപ്പെട്ടത്. ഒരാളെ മരണത്തിലേക്ക് നയിച്ച ഒരു പ്രവൃത്തിയാണ് ആ സ്ത്രീ കാണിച്ചത്. അത് നമുക്ക് ക്ഷമിക്കാൻ ഒക്കില്ല. ഇന്നലെ 24 ന്യൂസ് ചാനലിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അവരുടെ തെറ്റ്, പണത്തിന് വേണ്ടിയുള്ള ആർത്തി, ഒരു ജീവനെ എടുത്താണ് അവരത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പല ആരോപണങ്ങളും നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് പല സ്ഥലത്തും. ചില ആൾക്കാർ നിരപരാധിയാണെന്ന് നമുക്കറിയാം. ഇത് കൃത്യമായി ദീപക്കിനെ ആ സ്ത്രീ ബലിയാടാക്കുകയായിരുന്നു. അവരുടെ ലാഭക്കൊതി, പണത്തോടുള്ള കൊതി. അവരൊരു പൊതുപ്രവർത്തകയാണ്. ആ ബസ്സിനകത്ത് നിൽക്കുന്ന അവരുടെ അടുത്ത് ദീപക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ദൃശ്യം നമുക്ക് ആദ്യം കാണാം. അതിനുശേഷം ദീപക്കിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ്, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ടായിരിക്കാം അവരുടെ ശരീരഭാഗത്ത് ദൈവത്തിൻ്റെ മുട്ട് ഒന്ന് പ്രാവശ്യം തട്ടി. അതിനനുബന്ധിച്ച് ആ സ്ത്രീ കൂടുതലായി അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ എഡിറ്റ് ചെയ്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ അവരത് ഇടുകയും ചെയ്തു. ഒരാളെ മാനസികമായി അങ്ങനെയാണ് കൊലപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാനസികമായി തകർന്നു മരണപ്പെട്ടു. പിന്നെ അവരുടെ പ്രവൃത്തി മൂലം അദ്ദേഹം ജീവൻ അപകടത്തിലാക്കുകയും ചെയ്തു. 42 വയസ്സുള്ള ദീപക്കിൻ്റെ സുഹൃത്തുക്കൾ 4 പേരുണ്ട്. ദീപത്തിനെ പോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവർ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഏജൻ്റായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് ഷോപ്പ് ഓണേഴ്സിനെയൊക്കെ കണ്ട് അവിടുന്ന് ഓർഡർ എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് അവർ ജീവിച്ചു വരുന്നത്. ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ദീപക്. ഏക മകനാണ്, 42 വയസ്സുണ്ട്. അമ്മയുടെ വിലാപം കണ്ട് നമ്മുടെ നെഞ്ചു പൊട്ടും. കരുന്നൽ അത് കേട്ടു. അത് 24 ന്യൂസ് ചാനലിൽ അമ്മയുടെ ആ വിലാപം നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ ദീപക്കിൻ്റെ സുഹൃത്ത്, ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്ത്, അദ്ദേഹം ആ ചാനലിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ദീപക്കിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെപ്പറ്റിയും ചെറുപ്പം മുതൽ അവരുടെ സുഹൃത്ത് ബന്ധത്തെപ്പറ്റിയൊക്കെ പറയുന്നത്, എത്ര നിരപരാധിയായ ഒരു വ്യക്തിയായിരുന്നു ദീപക്ക് എന്ന്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു കുറ്റം ചാർത്തി സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൊതുപ്രവർത്തകയുടെ ശ്രമം, അതാണ് നമ്മൾ അതിൽ നിന്ന് കാണുന്നത്. വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അക്ബർ അലി ചാനൽ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം വിതുമ്പി പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. മറ്റു 3 സുഹൃത്തുക്കളും ഉണ്ട് അവരുടെ ഒപ്പം. ചെറുപ്പം മുതലേ സുഹൃത്തുക്കളാണ്. എല്ലാ ദിവസവും വൈകിട്ട് മിക്കവാറും അവർ ദീപക്കിൻ്റെ വീട്ടിൽ സമ്മേളിക്കും. ജോലി കഴിഞ്ഞ് 9:30-10 മണിക്ക് വരുന്ന അവർ ആ വീട്ടിൽ വെച്ച് പരസ്പരം കണ്ടിട്ടാണ് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നത്. ദീപക്കിൻ്റെ മാതാപിതാക്കളും ഈ അക്ബർ അലിയും മറ്റ് 3 സുഹൃത്തുക്കളെ സ്വന്തം മക്കളെ പോലെയാണ് അവർ കരുതുന്നത്. അവരെല്ലാം കണ്ട് വന്നിച്ച ശേഷമാണ് ഇവർ പോകുന്നത്. എത്ര ആത്മാർത്ഥമായ കൂട്ടുകാരാണ്, സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെ അവരുടെ പെരുമാറ്റം. അവരുടെ ഇടയിലെ സുഹൃത്തിന് നിരപരാധിയായ ആ വ്യക്തിയുടെ സ്വഭാവത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെപ്പറ്റിയും എല്ലാം വ്യക്തമായി അറിയാവുന്ന അവർക്ക് ദീപക്കിനെ സമാശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ദീപക്ക് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരായി ഉണ്ടായ വ്യാജ വാർത്തകൾ കണ്ടത് 27 ലക്ഷം പേരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള നിരപരാധിയായ ഒരാൾക്ക് സമൂഹത്തിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് പിന്മാറ്റാനൊക്കെ സുഹൃത്തുക്കൾ ശ്രമിച്ചെങ്കിലും അത് വൃഥാവിലായി വിലപ്പോയില്ല. അദ്ദേഹം ജീവിതം വെടിഞ്ഞു. അദ്ദേഹം ഈ ലോകത്തു നിന്ന് യാത്രയായ കാഴ്ച നമുക്ക് കാണാം. അതേസമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പിന്നെ മാനാഭിമാനത്തെ ഓർത്ത് അതേപ്പറ്റി പ്രതികരിക്കാതെ പല പുരുഷന്മാരും മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീയുടെ പ്രവൃത്തി കുറ്റകരം തന്നെയാണ്. 108 BNS പ്രകാരം അത് കുറ്റകരമാണ്. പ്രേരണ കുറ്റം തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അത് പ്രൂവ്ഡാവും. അതിന് ഏകദേശം
10 വർഷം വരെ ശിക്ഷ ആ സ്ത്രീക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കുറ്റം കൊണ്ട് IT ആക്ട് 67 പ്രകാരം, കാരണം ലാസ്യവസായ ഒരു പ്രവൃത്തി എഡിറ്റ് ചെയ്തുണ്ടാക്കിയിട്ട് ഒരു ഒബ്സീനായ അവർ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ IT ആക്ട് 67 പ്രകാരം 5 വർഷത്തെ ശിക്ഷയാണ്. അതിന് സാക്ഷികളൊന്നും വേണ്ടല്ലോ, അതിന് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടല്ലോ, അവർ തന്നെ ഇട്ട ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടല്ലോ, അത് എഡിറ്റ് ചെയ്താണെന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഈ 2 വകുപ്പ് പ്രകാരവും അവർ ശിക്ഷ അനുഭവിക്കും, അതിന് യാതൊരു മാറ്റവുമില്ല. അവർക്കിപ്പോഴും വലിയ ദുഃഖങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അവരെ ആ ഒരു വാദഗതിയിൽ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആദ്യത്തെ ഒരു മുട്ട് കഴിഞ്ഞപ്പോൾ അവർ മാറിപ്പോകാത്തത്? സ്വാഭാവികമായിട്ട് മാറുമല്ലോ, ഇല്ലെങ്കിൽ അവർ പ്രതികരിക്കുമല്ലോ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ, അവരുടനെ പ്രതികരിക്കും. മാറി നിൽക്കടാ എന്ന് തന്നെ പറയില്ലേ? അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറയും ഇയാളെ ശല്യം ചെയ്യുമെന്ന് പറയും, ഇല്ലെങ്കിൽ കണ്ടക്ടർ എടുത്ത് പറയില്ലേ? അതൊന്നും ഉണ്ടായില്ല. അങ്ങനെ അബദ്ധവശാൽ ഒരു മുട്ടോ തട്ടോ കിട്ടിയപ്പം അതൊരു വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുന്ന പരുവത്തിൽ അവർ ചേർന്ന് നിന്നതായിട്ടാണ് ആ എഡിറ്റിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവർ 2 കുറ്റങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പല സ്ത്രീകളും ഈ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവർ സൂക്ഷിക്കുക. ഇതുപോലെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതിയാവും. നിങ്ങൾക്ക് പ്രതിവിധിയുണ്ട്, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാം, പോലീസ് സ്റ്റേഷനിൽ അത് അന്വേഷിക്കും, അതിൻ്റെ നടപടിയെടുക്കും. അതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ടാൽ കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ 10 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ലാസ്യവ്യസ് ആയിട്ടുള്ള പ്രവൃത്തിയായിട്ട് എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയ ഇട്ട് പണം സമ്പാദിക്കാമെന്ന് കരുതുന്ന സ്ത്രീകളും പുരുഷന്മാരും അതിൽ നിന്ന് പിന്മാറണം. ഒരു വ്യക്തിയെ ഹനിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഫലം എന്നിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.